ഹായ് വെൽക്കം ടു അവർ ചാനൽ യോർ വെൽബീങ്. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മുഖത്തൊരു കാരണവശാലും യൂസ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് വസ്തുക്കളെ പറ്റി സംസാരിക്കാനാണ്. ഫസ്റ്റ് തിങ് ആണ് ലെമൺ, അതായത് ചെറുനാരങ്ങ. നമ്മൾ ഒരുപാട് ഹോം റെമഡീസിലൊക്കെ കാണാറുണ്ടല്ലോ ഇത് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണെന്ന്. എന്നാൽ ഇതുള്ളിലേക്ക് കഴിക്കാൻ വളരെ നല്ലതാണ്. എന്നാൽ ഒരിക്കലും ഇത് സ്കിന്നിന് പുറത്ത് അപ്ലൈ ചെയ്യാൻ പാടില്ല. ഇതിലടങ്ങിയിരിക്കുന്നത് സിട്രിക് ആസിഡാണ്. ഇത് ഹൈലി അസിഡിക്കാണ്. pH വാല്യൂ 2 ആണ്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ കൂടുതൽ സെൻസിറ്റീവ് ആകുകയും കൂടുതൽ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, ബേൺസ്, ഫൈറ്റോഫോട്ടോഡെർമറ്റൈറ്റിസ് തുടങ്ങിയവയ്ക്ക് കാരണമാകുന്നു. ഉള്ളിലേക്ക് കഴിക്കുമ്പോൾ സ്കിൻ നന്നാൻ വളരെ നല്ലതാണ്. എന്നാൽ ഒരിക്കലും ഇത് സ്കിന്നിന് പുറത്ത് അപ്ലൈ ചെയ്യാൻ പാടില്ല. സെക്കൻഡ് തിങ് ആണ് ബേക്കിംഗ് സോഡ. ആദ്യം തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നാച്ചുറൽ പ്രൊഡക്റ്റ് അല്ല. അത് സോഡിയം ബൈകാർബണേറ്റ് എന്ന് പറയുന്നൊരു കെമിക്കൽ കോമ്പൗണ്ടാണ്. ഇത് ഒരിക്കലും നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്തെന്നാൽ നമ്മുടെ സ്കിന്നിൻ്റെ pH വാല്യൂ എന്ന് പറയുന്നത് 5.5 ആണ്. ബേക്കിംഗ് സോഡയുടെ pH വാല്യൂ 8.3. ഇത് സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള ബാഡ് ബാക്ടീരിയാസും ഹെൽത്തി ആയുള്ള ബാക്ടീരിയ നശിക്കും. അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ പ്രതിരോധ ശക്തിയെല്ലാം നശിച്ച് കൂടുതൽ നമ്മുടെ സ്കിൻ ഡാമേജ് ആകുകയും കൂടുതൽ ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാകാനും കാരണമാവുന്നു. തേർഡ് തിങ് ആണ് ടൂത്ത് പേസ്റ്റ്. നമ്മൾ ഒരുപാട് വീഡിയോസിലൊക്കെ കാണാറുണ്ടല്ലോ ഈ ബ്ലാക്ക് ഹെഡ്സിന് വൈറ്റനിങ്ങിനൊക്കെ വളരെ നല്ലതാണെന്ന്. എന്നാൽ നമ്മൾ ആദ്യം തന്നെ ടൂത്ത് പേസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന കണ്ടൻറ്റ് ശ്രദ്ധിക്കുക. കാൽഷ്യം കാർബണേറ്റ്, ഫ്ലൂറൈഡ്, സോഡിയം ലോറൈഡ് ഇവയൊക്കെയാണ് ടൂത്ത് പേസ്റ്റിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ സ്കിന്നിൻ്റെ pH ഞാൻ പറഞ്ഞല്ലോ 5.5. എന്നാൽ ഇതിൻ്റെ pH വാല്യൂ 8 നിൽക്കുന്നത്. ഇത് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ സ്കിൻ വീണ്ടും ഡാമേജ് ആകുകയും ഫ്യൂച്ചറിൽ സ്കിന്നിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഒരിക്കലും ടൂത്ത് പേസ്റ്റ് ഒന്നും നമ്മുടെ സ്കിന്നിൽ ഉപയോഗിക്കാതിരിക്കുക. നെക്സ്റ്റ് തിങ് ആണ് ബോഡി ക്രീംസ്. നമുക്കറിയാം ബോഡി ക്രീംസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയെ മോയ്സ്ചറൈസ് ചെയ്യാനുള്ള ഒരു പ്രൊഡക്റ്റാണ്. സെബേഷ്യസ് ഗ്ലാൻസ്, അതായത് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻസ് ആണ് സെബേഷ്യസ് ഗ്ലാൻസ്. നമ്മുടെ ബോഡിയിൽ ഈ സെബേഷ്യസ് ഗ്ലാൻസ് കുറവും ഫേസിൽ സെബേഷ്യസ് ഗ്ലാൻസ് കൂടുതലുമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ബോഡി ഓയിലി ആയിരിക്കാത്തതും ഫേസ് ഓയിലി ആയിരിക്കുന്നതും. അപ്പോൾ നമ്മുടെ ബോഡിക്ക് വേണ്ടിയുള്ള രീതിയിലാണ് ഈ ബോഡി ക്രീംസൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ക്രീംസ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ കൂടുതൽ ഓയിലി ആകും നമ്മുടെ ഫേസ്. അങ്ങനെ പോർസൊക്കെ അടയുകയും കൂടുതൽ ക്ലോഗ് ആവുകയും പോർസൊക്കെ ആണെങ്കിൽ കൂടുതൽ ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാകാനും സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാകുകയും ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ആണ് പെട്രോളിയം ജെല്ലീസ്, വാസ്ലൈൻ, നിവ്യ അങ്ങനെ ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് ക്രാക്സിലൊക്കെ അപ്ലൈ ചെയ്യാൻ വളരെ നല്ലതാണ്. എന്നാൽ ഇത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിന് ഞാൻ പറഞ്ഞല്ലോ ബോഡി ക്രീംസ് സെയിം ആണ്. ഇതിനും ഓയിൽ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ സ്കിന്നിന് ബ്രീത്ത് ചെയ്യാൻ പറ്റാതെ വരുന്നു. അങ്ങനെ ഒരുപാട് ബ്രേക്ക് ഔട്ട്സ് കൂടുതൽ ഉണ്ടാകുന്നു. അതുകൊണ്ട് ഇവയൊക്കെ സ്കിന്നിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക. നെക്സ്റ്റ് ആണ് സോപ്പ്. നമ്മൾ റെഗുലറായി യൂസ് ചെയ്യുന്ന സോപ്പ്. ഇത് നമ്മുടെ ബോഡിയിലെ അഴുക്കൊക്കെ നീക്കളയാൻ വളരെ നല്ലതാണ്. ഇതിൻ്റെ മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത് സോഡിയം ലോറൈൽ സൾഫേറ്റ് ആണ്. ഇത് നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യുന്ന ഒരിക്കലും നല്ലതല്ല. നമ്മൾ കഴിയുന്നതും മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷസ്, നാച്ചുറൽ ഫേസ് വാഷസ് ഒക്കെ ഫേസിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരുപാട് സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാകും. ഇവയൊക്കെ സ്കിന്നിൽ നിന്ന് അവോയ്ഡ് ചെയ്ത് സ്കിന്നിനെ ഹെൽത്തി ആയി വയ്ക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.